ഇത് കപ്പയാണ് ചേട്ടാ. ചില നാട്ടിൽ തന്നെ പൂള എന്നും വിളിക്കും. പല പല പേരിൽ അറിയപ്പെടുന്ന ഇവനെ വെച്ചാണ് ഇന്നത്തെ പരിപാടി. അതായത് ഒരു കപ്പ ബിരിയാണി, പൂള ബിരിയാണി എന്നും പറയും. എന്നാൽ നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം. ആദ്യമായി കപ്പ അഥവാ പൂള കഴുകി ചെറിയ കഷലാക്കി നുറുക്കി ഒരു കുക്കറിലിട്ടതിന് ശേഷം നല്ലതുപോലെ അടയ്ക്കുക. കുറച്ച് വെള്ളം ഒഴിക്കാൻ മറക്കരുത്. അവരത് പുഴുകിയെടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഗ്യാസ് കത്തിക്കുക, അവനവൻ്റെ മുകളിൽ ഇരുത്തുക, അവൻ നല്ലപോലെ പുഴുങ്ങട്ടെ. ഇനി നമുക്ക് അടുത്ത പണിയിലോട്ട് കടക്കാം. ആദ്യമായി 3 സവാള ഇതുപോലെ അരിഞ്ഞ് മാറ്റി വെക്കുക. അടുത്തതായി വെളുത്തുള്ളി അല്ലി പൊളിച്ച് തോല് കളഞ്ഞ് മാറ്റി വെക്കുക. ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം, പിന്നെ എന്റെ വക സെക്സ്വാലിറ്റി വേണം. നമ്മൾ നേരത്തെ പുഴുങ്ങാൻ വെച്ച കപ്പ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ആഹാ, പൊളിച്ച്. അടുത്തതായി നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ച സവാള കൊണ്ട് കപ്പയിലേക്കുള്ള മസാല തയ്യാറാക്കുന്ന ചടങ്ങാണ്. ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വെച്ച് അതിലെ വെള്ളം വറ്റാനായി കാത്തിരിക്കുക. വെള്ളം വറ്റി എന്നുറപ്പായാൽ എണ്ണ ഇതുപോലെ അങ്ങ് ഒഴിക്കുക. അടുത്തതായി ഉള്ളിയിടൽ ചടങ്ങാണ്. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. വഴന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് 1 ടീസ്പൂൺ ഗ്രാമ്പു, കറുവപ്പട്ട എന്നിവയുടെ മിശ്രിതം ചേർത്ത് നന്നായി ഇളക്കുക. അടുത്തതായി ഒരു കഷ്ണം ഇഞ്ചി തോല് കളഞ്ഞ് വെളുത്തുള്ളിയോടൊപ്പം കഴുകി മാറ്റിവെക്കുക. മാറ്റിവെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു ജാറിലോട്ടിടുക. വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട ജാറിലേക്ക് ശർക്കര, കുരുമുളക്, അതുപോലെ തന്നെ 5 or 6 പച്ചമുളകും ഇട്ട് നന്നായി അരച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കുക. പറയുമ്പോൾ ഇടാം. അടുത്തതായി 2 തക്കാളി 4ആയി ഖണ്ഡിച്ച് വഴന്നുകൊണ്ടിരിക്കുന്ന ഉള്ളിയിലോട്ടിട്ട് നന്നായി ഇളക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നേരത്തെ അടിച്ച് മാറ്റി വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് എന്നിവയുടെ മിശ്രിതം അതിലിട്ട് നന്നായി ഇളക്കുക. ശകലം പച്ചവെള്ളം കൂടി ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി മറിക്കുക. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കുക. അവസാനമായി നമ്മൾ ആദ്യം പുഴുങ്ങി ഉടച്ച് മാറ്റി വെച്ച കപ്പ നമ്മുടെ മസാലയിലോട്ട് ചേർത്ത് നല്ലതുപോലെ കുത്തി ഉടച്ച് മിക്സ് ചെയ്യുക. ഫൈനലി നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.